നമ്മളുടെ ഈ ഡയമെൻഷൻ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു അൺവാണ്ടഡ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഫൈൻഡ് ക്വസ്റ്റ്യൻ എഴുതാവോ? രണ്ടാമത്തെ മോഡൽ പ്രോബ്ലം ഒരു അൺവാണ്ടഡ് ഇതാണെങ്കിൽ ഫൈൻഡ് the unit and dimension of P in the following equation. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിലെ പിയുടെ ഡയമെൻഷനും യൂണിറ്റും കണ്ടുപിടിക്കുക. തന്നിരിക്കുകയാണ് ഇക്വേഷൻ ഇതാണ്. x is equal to A B P by Z. ഓരോന്ന് ഏതാ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. B എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. Z എന്ന് പറയുന്നത് ലെങ്ത് ആണ്. X എന്ന് പറയുന്നത് എനർജിയാണ്. എന്നാ എന്ത് കണ്ടുപിടിക്കണം എന്നാ ചോദ്യം? അലക്സ എന്താ കണ്ടുപിടിക്കണേ? ഇതിനകത്ത് ഏതിന്റെ കണ്ടുപിടിക്കണ്ടേ? പിയുടെ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ പി ഒരു വശത്തേക്ക് ആക്കുക. അപ്പൊ പി ഈക്വൽ ടു എങ്ങനെയാ ഇക്വേഷൻ? എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്നാകും അല്ലേ? എക്സ് എനർജിയുടെ ഡയമെൻഷൻ പറഞ്ഞേ പഠിക്കായിരുന്നോ? ml² t⁻². പറ്റുന്നെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ml² t⁻² ഇൻറ്റു ഇസഡ് എന്നാ ലെങ്ത് എൽ ഡിവൈഡഡ് ബൈ എ എന്നാ അറിഞ്ഞേ പെട്ടെന്ന് എ എന്നാ വെലോസിറ്റി എൽ t⁻⁻1 ഇൻറ്റു ബി ഫോഴ്സ് ml t⁻². അപ്പൊ നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളവരെ മുകളിൽ കൊണ്ടേ കുറയ്ക്കുന്ന പോലെ തന്നെ വെട്ടിക്കളഞ്ഞാലും മതി. ഇല്ലേ 1 - 1 0 ആയിക്കോളും. അപ്പൊ ഇത് പോയി ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്. അത് രണ്ടോടെ ചേർത്ത് L² കളയാം. t⁻²ഉം t⁻²ഉം കളയാം. L/t⁻⁻1 അല്ലെങ്കിൽ L⁻⁻1. കണ്ടോ ചെയ്യുന്നത് എങ്ങനെയാന്ന്? മനസ്സിലായോ അലക്സേ? നമ്മൾ ആദ്യം ഇക്വേഷൻ ചെക്ക് ചെയ്തായിരുന്നു അല്ലെ? ഒന്നാമതിനകത്ത് ഇക്വേഷൻ ചെക്ക് ചെയ്യുമായിരുന്നു ഒരു ഇക്വേഷൻ വാലിഡ് ആണോ എന്ന്. അപ്പം നമ്മൾ v = u + at എന്നാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം, ഇതിന്റെ ഡയമെൻഷൻ അത് തന്നെ ആയിരിക്കണം, ഇതിന്റെ മൊത്തം ഡയമെൻഷൻ. രണ്ടാമത് ചെയ്യുന്ന ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചാണ്. ഒരു അൺവാണ്ടഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ ക്ലിയർ ആയോ? അലീന മനസ്സിലായോ? ഒന്നുകൂടെ പറയാമോ സർ? ഇപ്പം ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ അൺവാണ്ടഡ് ക്വാണ്ടിറ്റി പി കണ്ടുപിടിക്കാൻ ചോദിക്കുവാണ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? പീനെ മാത്രം ഒരു വശത്തേക്ക് ആക്കണം. ഇത് മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത്രയും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ പി എന്ന് പറയണത് x × z ഡിവൈഡഡ് ബൈ എ ബി ആവും. മനസ്സിലായോ? ഇനി ഓരോന്നിന്റെയും ഡയമെൻഷൻ തന്നിരിക്കുന്നത് വെച്ച് നോക്കി എഴുതണം. എക്സ് എന്നാണ്? എനർജിയാ. അപ്പൊ അതിന്റെ കൊടുക്കണം ഇവിടെ ml² t⁻². കിട്ടിയ? ഇസഡ് എന്നാണ്? ഇസഡ് എന്നാണ്? ലെങ്ത്. അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എന്നാ? എൽ ഇവിടെ കൊടുത്തു. താഴെ എ എന്നാ? വെലോസിറ്റിയുടെ എന്നാ ഡയമെൻഷൻ? കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് പഠിക്കണം. വെലോസിറ്റി എന്നാ? -1 ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ L/t L t⁻². കണ്ടോ?
ആം ഇനി ബി എന്നാ? ഫോഴ്സ് ഫോഴ്സിന്റെ എന്നാ ml t⁻²-2 കണ്ടോ? അതെല്ലാം ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളവരെ വെട്ടിക്കളയാം. ഇവിടെ ഒരു എം ഉണ്ട് കണ്ടോ? ഇതും വെട്ടിക്കളഞ്ഞ് ഒരു എൽ സ്ക്വയർ ഇവിടെ ഉണ്ട്. ആ എൽ സ്ക്വയർ ഈ എല്ലോടെ ചേർന്ന് താഴെ എൽ സ്ക്വയർ ആയിക്കോളൂല്ലോ. വെട്ടിക്കളയാം. ഇവിടെ t⁻²-2 ഈ t⁻²-2 വെട്ടിക്കളഞ്ഞു. പിന്നെ എന്തേ മിച്ചമുള്ളൂ? L by t⁻²-1. t⁻⁻1 താഴെ. അപ്പൊ ഇവിടെ തെറ്റുണ്ട്. മോളിൽ പോകുമ്പോൾ പ്ലസ് ആവും, അല്ലെങ്കിൽ വെറും L into T ആവും. മനസ്സിലായോ അലീന? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മള് 10ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ +1 വരുമ്പം ഒത്തിരി പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ ഇങ്ങനെ പഠിക്കണം. അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നേരിട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഓർണം v²= u² + 2as. അതൊന്ന് ചെയ്തേ ഒന്നോടെ. അപ്പൊ കുറച്ചുകൂടെ ഐഡിയ തിരിച്ചു വരും. v² = u² + 2as. v എന്ന് പറഞ്ഞാൽ എന്നാണ് അലക്സ്? വെലോസിറ്റി. അപ്പൊ v² ഡയമെൻഷൻ എങ്ങനെയാകും? L t⁻⁻1 L square t⁻². മനസ്സിലായോ? a⁻m അതേ n എന്ന് പറഞ്ഞാൽ a⁻m ഗുണം n -1 × 2 -2. കൃത്യല്ലേ? u² ഇനിഷ്യൽ വെലോസിറ്റി L t⁻⁻1 whole square. That's also L square t⁻². 2 into a into s. 2 എന്നാണ്? ഒരു കോൺസ്റ്റന്റ്, അതിന് വേണ്ട. ആക്സലറേഷന്റെ എന്നാണ്? നന്ദന ആക്സലറേഷന്റെ പറഞ്ഞേ. v/t. L/t യോ? L/t² അല്ലേ? L t⁻⁻1. -1 ആണോ ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേടോ? -2. -2. തെറ്റ് പഠിച്ചു വെക്കരുത്, പഠിച്ചിട്ടില്ല. അപ്പൊ L t⁻² ഇൻറ്റു. ഹലോ ഹലോ പറഞ്ഞോ അലക്സ, എന്നാ പറഞ്ഞേ? ഹലോ സാറേ. ഹലോ സാറേ, എനിക്ക് സ്ക്രീൻ കാണത്തില്ല. സ്ക്രീൻ തെളിഞ്ഞു പറ്റുന്നില്ല. സ്ക്രീൻ കാണത്തില്ലേ? ഇല്ല, നെറ്റിന് ഇത്തിരി പ്രോബ്ലം തോന്നുന്നു. അലീന സ്ക്രീൻ കാണാവോ? വേറെ നോക്കട്ടെ. ഇല്ല സാറേ, വന്നില്ല. 2-3 തവണ ബാക്കി പോയായിരുന്നു തന്നെ. ഇപ്പൊ കാണാം. അപ്പൊ 2as 2 into 2 ഒരു കോൺസ്റ്റന്റ് ആണ്, വേണ്ട. ആക്സലറേഷന്റെ L t⁻²-2. ഇവിടെ ഒരു എസ് ഉണ്ട്. എസ് എന്ന് പറഞ്ഞാൽ എന്നാ ട്രീസ മരിയ? എസ് എന്ന് പറഞ്ഞ എസ് എന്നാ ട്രീസ? കേൾക്കാവോ? മരിയ സിബി, എസ് എന്നാണ്? എസ്. അലീന എസ് എന്നാണ്? സ്പീഡ്. എസ് സ്പീഡ് അല്ലടോ. എസ് = ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്ട്. ഞാൻ ഇതൊക്കെ എഴുതി തന്ന കഴിഞ്ഞു. എസ് = ut + ½ at². ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുന്ന ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഓഫ് മോഷൻ 3 എണ്ണം. അതിനകത്ത് എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എസിന്റെ ഡയമെൻഷൻ ആണ് L തന്നെ. അപ്പൊ അതും എന്താകും? L² t⁻². അപ്പൊ 3ന്റെയും സെയിം ആയില്ലേ? v²ന്റെയും u²ന്റെയും 2s-ന്റെ. അപ്പൊ നമുക്ക് പറയാം ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ്. അതിന്റെ സെക്കൻഡ് കേസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഒരു ഇക്വേഷൻ എന്നിട്ട് അതിലെല്ലാം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയത്തില്ലാത്ത ഒരു സാധനത്തിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ അലീന? ഇപ്പൊ ക്ലിയർ ആയോ? വൃത്തിയായിട്ട് തന്നെ ഒന്ന് ചെയ്തു നോക്കി എഴുതി. എന്നിട്ട് സംശയം ഉണ്ടെ ചോദിക്കും.
റെക്കോർഡിങ് കൊടുത്തത് ഈ ഇങ്ങനെ ഒരേ കളർ കൊണ്ടൊക്കെ വെട്ടിയത് മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ. അത്ര ക്ലിയർ ആയല്ലോ അല്ലേ ലീന? അയച്ചോട്ടെ. ഓക്കെ. മൂന്നാമത്തെ കേസ്, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാം. We can convert physical quantities from one unit system to another. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് ചോദ്യം ഇതാണ്. 1 ന്യൂട്ടൺ ഡാഷ് ഡൈൻ ഒരു പ്രാവശ്യം ചോദിച്ച 1 ന്യൂട്ടൺ എത്ര ഡൈനാണ്? 2 മാർക്കിന്റെ ചോദ്യ. അപ്പം ഇത് രണ്ടും നമ്മൾ എന്നറിയണം. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പറഞ്ഞ എന്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ? നന്ദന, എന്തിന്റെ യൂണിറ്റാ ന്യൂട്ടൺ? പോരാ കേട്ടോ. മരിയ, എന്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ? മ്യൂട്ട് മാറ്റി ആൻസർ പറയൂ. അറിയത്തില്ലെന്ന് പറയാം. വളരെ സമയം കളയണല്ലേ. അറിയത്തില്ല സാർ. അലീന, മറന്നുപോയി. ഫോഴ്സിന്റെ 10 പഠിച്ചതല്ലേ? ഫോഴ്സിന്റെ ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടൺ എന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ ആണെന്ന് മനസ്സിലാക്കണം. അപ്പം ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടണും ഡൈനും. ഒരെണ്ണം നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡിൽ. ഇനി ഇത് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശ്രദ്ധിച്ചാണ് സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. 1 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 1 ഡൈൻ ഞാൻ ചെയ്യാൻ പോവാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ പറഞ്ഞേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml(T⁻²). അപ്പം ഈ ന്യൂട്ടൺ ഉള്ളതിന് ഞാൻ M1 കൊടുത്തു. M1 T1 M1 L1 M1 L1 T1⁻²⁻². ഡൈനിനെ ഞാൻ M2 L2 T1 T2⁻²⁻² എന്നും കൊടുത്തു. മനസ്സിലാകാൻ കഴിയൊന്നുമില്ലല്ലോ. M1 ഇതെല്ലാം 1 ഉള്ളത് ന്യൂട്ടൺ സിസ്റ്റത്തിലും, M2 L2 T2 എന്നത് ഡൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും CGS സിസ്റ്റത്തിലെ കേട്ടോ. ഇത് SI സിസ്റ്റം. ഒരെണ്ണത്തിലുള്ള എല്ലാത്തിനും 1 സഫിക്സ് കൊടുത്തു, അടുത്തതിലുള്ള എല്ലാത്തിനും 2 എന്ന് കൊടുത്തു. മനസ്സിലായോ അലീന? ഇനി M1 നമുക്ക് എങ്ങനെ എഴുതാം? M1/M2 ഒരുമിച്ച് എഴുതിയാൽ all⁻⁴ എഴുതത്തില്ലേ? അതുപോലെ L1/L2 all⁻⁴ എഴുതത്തില്ലേ? T1/T2 അത് all⁻⁴ എന്നാന്ന് എഴുതാം? എത്രയാ? -2 അല്ലേ? അപ്പൊ T1⁻² ആയിക്കോളും ഡിവൈഡ് ബൈ T2⁻² ആയിക്കോളും. മനസ്സിലായി സ്റ്റെപ്പ്? ഇതിനെ ഒരുമിച്ചാക്കി, എമ്മിനെയും എല്ലിനെയും ടീനെയും ഒരുമിച്ചാക്കി. ഇനി നമ്മൾ എന്നാ വെച്ചാല് ന്യൂട്ടണിലെ സ്റ്റാൻഡേർഡ് സിസ്റ്റവും ഡൈൻ എന്ന് പറയുന്നത് CGS-ലെയാണ് പറഞ്ഞല്ലേ. CGS-ഉം SI. SI-ലെ മാസിന്റെ യൂണിറ്റ് എന്നാ? SI-ലെ വെരി ഗുഡ്, കിലോഗ്രാം. CGS-ലോ?
C സെന്റിമീറ്റർ, G gram. In length in SI, meter. മീറ്റർ, In CGS ഏതായിരിക്കും? കിലോമീറ്റർ, C സെന്റിമീറ്റർ, C ലെങ്ത്, വെയിറ്റ്, ടൈം. ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ല. സെന്റിമീറ്റർ. ടൈം ഇതിലേതാണ്? SI ഏതാണ്? 1 സെക്കൻഡ് തന്നെ. CGS-ലും 1 സെക്കൻഡ്. സെക്കൻഡ്. രണ്ടിലും സെക്കൻഡ് ആണ്. ഉടൻ വരെയും ക്ലിയർ അല്ലേ? ഇതേ റേസ് ടു 1, ഇതേ റേസ് ടു 1, ഇതേ റേസ് ടു -2. കണ്ടോ എന്നെ ബ്യൂട്ടിഫുൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം. ഇതിനെ ഗ്രാമിലേക്ക് ആക്കാം. അപ്പൊ നമുക്ക് വെട്ടിക്കളയാം. 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം? 1000 gram by 1 gram equal raised to 1 into എത്ര സെന്റിമീറ്റർ 1 മീറ്റർ? എത്ര സെന്റിമീറ്റർ 1 മീറ്റർ? അറിയാവോ? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ മുകളിൽ 100 സെന്റിമീറ്ററിനും താഴെ 1 സെന്റിമീറ്ററിനും കൊടുക്കാം. സെക്കൻഡിന് 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് ഓൾ റേസ് ടു -2 എന്നും കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ബൈ 1000 1 എത്രയാ? 1000 ബൈ 1 എത്രയാ? 1000 തന്നെ. 100 ബൈ 1 എത്രയാ? പറഞ്ഞേ, 100 ബൈ 1 എത്രയാ? 100 തന്നെ. 1 ബൈ 1 എത്രയാ? 1 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 100. അപ്പൊ 100 1000 കഴിഞ്ഞ് 2 പൂജ്യം അവിടെ. അപ്പം 10 റേസ് ടു 5 എന്ന് കിട്ടും. സോ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റേസ് ടു 5 എന്ന്. അല്ലെങ്കിൽ 1 ന്യൂട്ടൺ ബൈ 1 ഡൈന നമ്മൾ ചെയ്തു വന്നത്. അത് 10 റേസ് ടു 5 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റേസ് ടു 5 ഡൈൻ. മനസ്സിലായോ ചെയ്യുന്നത്? ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ആണ്. ഒരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റി ഞാൻ. ന്യൂട്ടൺ, 1 ന്യൂട്ടൺ എന്ന് പറയുന്ന SI യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് അത് എത്ര ഡൈൻ, CGS സിസ്റ്റത്തിൽ എത്ര ഡൈൻ ആണെന്ന് ചെയ്തു. അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു. നമ്മൾ അടുത്ത ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഡിറൈവ് എനി റിലേഷൻ, അല്ലെങ്കിൽ ഡിറൈവ് എ റിലേഷൻ. ഒരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ഔട്ട് ദ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഫൈൻഡ് ഔട്ട് ദ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പൊ സിമ്പിൾ പെൻഡുലത്തെ കുറിച്ച് കുറച്ച് അറിയണം. അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. ഒരു ബോബ് കെട്ടി ഇങ്ങനെ ആട്ടും. അതിങ്ങ് പോയി വെച്ച് ഇവിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ തിരിച്ചിങ്ങ് പോരും. ഇങ്ങനെ ഈ വശത്തോട്ടും പോകും. സിമ്പിൾ പെൻഡുലം ഒരു നൂല ഇങ്ങനെ കെട്ടി നമ്മളിങ്ങനെ ആട്ടുന്നു. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. അപ്പം ഇതിന്റെ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം. പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫോർ 1 ഓസിലേഷൻ. നമുക്ക് ഈ ചാപ്റ്റർ 13 ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ വേവ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ വരുമ്പോൾ ഇത് വീണ്ടും പഠിപ്പിക്കും. ഇവിടെ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പഠിപ്പിക്കുന്നത്. ടൈം ഫോർ 1 ഓസിലേഷൻ, അതിനെടുക്കുന്ന സമയം. അഞ്ചു എന്ന് പറഞ്ഞ കൊച്ചെങ്ങും ഇല്ലല്ലോ. 5+1 ജോയിൻ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പം ആദ്യം ഈ പീരിയഡ് എന്തൊക്കെ ഫാക്ടറുകളെ ആശ്രയിക്കും ഓർക്കണം. ടൈം പീരിയഡിനെ T എന്ന് എഴുതി. ഇതിന്റെ മാസിനെ, ഈ ബോബിന്റെ മാസിനെ ആശ്രയിക്കും. ഈസ് ഡിപ്പെൻസ് ഓൺ
മാസ് ഓഫ് ദ ബോബ് അല്ലെ മാസ് ഓഫ് ദ പെൻഡുലം. ബോബ് എന്ന് എഴുതിയാലും മതി. പിന്നെ എന്നാ അതിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും? ഈ എൽ അല്ലേ, ഈ വയറിന്റെ ലെങ്ത് ഓഫ് ദ വയറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിങ്ങ് പോയി പോയി നടുക്ക് ഇവിടെ വരും ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏത് ലെറ്റർ കൊണ്ട് എഴുതണേ നന്ദന? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി കൊണ്ട് എഴുതാം. എല്ലാം മറന്നിരിക്കുക അല്ലേ? മാസ്, ലെങ്ത്, ജി. ഇനി ഇത് ഓരോന്നിന്റെയും പവർ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല, എത്ര വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമ്മളൊരു അസ്യൂം എടുക്കുവാണ്. പീരിയഡ്, ടൈം പീരിയഡ് ഓഫ് ദ ഓസിലേഷൻ ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് റേസ് ടു എക്സ് എന്നെടുത്ത്, എൽ റേസ് ടു വൈ എന്നെടുത്ത്, ജി റേസ് ടു ഇസഡ് എന്നെടുത്ത്. ഇപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് into m raised to x, l raised to y, g raised to z. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വശത്തെ അതേ ഡയമെൻഷൻ ആയിരിക്കും ഈ വശത്ത് കിട്ടണ്ടേ. ഈ വശത്ത് എന്ത് മാത്രമേ ഉള്ളൂ അലീന? ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ അല്ലേ? എം റേസ് ടു എത്രയായിരിക്കും? 0. L raised to 0, T raised to 1 equal to ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ഡ്യൂ ഡയമെൻഷൻ ഇല്ല, അവിടെ കിടക്കട്ടെ. എം റേസ് ടു എത്രയുണ്ട്? എക്സ്. എൽ റേസ് ടു എത്രയുണ്ട്? വൈ. ജിയുടെ ഡയമെൻഷൻ പറഞ്ഞേ. ജിയുടെ ഡയമെൻഷൻ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. ആക്സലറേഷൻ എത്രയായിരുന്നു? എൽ ടി റേസ് ടു -2 അല്ലേ? നോക്കിയേ, അതേ റേസ് ടു ഇസഡ് അല്ലേ? ആക്സലറേഷന്റെ നോക്ക്. അപ്പൊ നമുക്ക് ഇതിനെ എം റേസ് ടു എക്സ്, എൽ റേസ് ടു ഇവിടെ ഒരു വൈ, ഇവിടെ പിന്നെയും ഇതിനെ ക്യാപിറ്റൽ എഴുതണം കേട്ടോ. ഡയമെൻഷൻ എഴുതുമ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ എഴുതിയേക്കണം, അപ്പൊ എളുപ്പമുണ്ട്. അപ്പൊ എൽ റേസ് ടു വൈ ഉണ്ട്, ഇവിടെ എൽ റേസ് ടു ഒരു ഇസഡ് ഉണ്ട്, ടി റേസ് ടു -2 ഇൻറ്റു ഇസഡ് ഉണ്ട്. അത് ഗുണിച്ച് കഴിയുമ്പം എം റേസ് ടു എക്സ്, എൽ റേസ് ടു ഇസഡ് ആയത്, ഇവിടെ ഇസഡ് ആവുന്നു, സോറി, എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ്, ടി റേസ് ടു -2 ഇസഡ്. കിട്ടിയോ അവിടം വരെ? ഇവിടം വരെ മനസ്സിലായോ? ജി അബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ പവറിനെ അങ്ങ് ഗുണിച്ചു, അപ്പൊ എൽ റേസ് ടു ഇസഡ് ആയി. എൽ റേസ് ടു വൈ ഇസഡ് കൊണ്ട് കൂട്ടിയെടുക്കുക. ഇനി ഇവിടുത്തെ എമ്മിന്റെ എത്രയാ? ഇനി അല്ലേ എളുപ്പ. എമ്മിന്റെ ഇവിടെ 0, ഇവിടെ എക്സ്. അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ എഴുതാം എക്സ് 0 ആണ്. ഇനി എല്ലിന്റെ ഇവിടെ 0, എല്ലിന്റെ ഇവിടെ വൈ പ്ലസ് ഇസഡ്. അപ്പം വൈ പ്ലസ് ഇസഡ് 0 ആയിട്ട് എഴുതാം. ഇനി ടിയുടെ ഇവിടെ 1, ഇവിടെ ഇത്. അപ്പൊ ഡയമെൻഷൻ 1 ആകണമെങ്കിൽ 1 ഈക്വൽ ടു -2 ഇസഡ് ആയിരിക്കണം. നമുക്ക് എക്സും വൈ ഇസഡും കണ്ടുപിടിക്കണം. അപ്പം 1 ഈക്വൽ ടു -2 ഇസഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസഡ് ഈക്വൽ ടു -1/2 എന്നാവും അല്ലേ കൊണ്ട് ഹരിക്കുമ്പം? ശരിയല്ലേ? അങ്ങനെയാണോ? 1 ഈക്വൽ ടു, അപ്പൊ ഇസഡ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. നോക്കാം, ചെയ്ത് നോക്കാം. ഞാൻ ഇസഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ y പ്ലസ് ഇസഡ് ഈക്വൽ ടു 0, y ഇസഡിന്റെ വാല്യൂ -1/2 ഈക്വൽ ടു 0, ഓർ y ഈക്വൽ ടു -1/2 അങ്ങ് പോകുമ്പോൾ +1/2 ആവും. ശരിയല്ലേ? നമുക്ക് എക്സ് 0 കിട്ടി, ഇനി വേറൊന്നും കണ്ടുപിടിക്കാനില്ല. y 1/2 കിട്ടി, ഇസഡ് -1/2 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ടി ഈക്വൽ ടു
ഒരു കോൺസ്റ്റന്റ് k ഇൻറ്റു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു എം റേസ് ടു എക്സ് എത്രയാ 0 എം ഇല്ല. എൽ റേസ് ടു എത്രയാണ് y അപ്പൊ എത്രയാവും 1/2. ജി റേസ് ടു എത്രയാണ് ഇസഡ് -1/2. അപ്പൊ നമുക്ക് k ഇൻറ്റു അതില്ല അപ്പൊ എഴുതണ്ട. ഇതിനെ നമുക്ക് എൽ റേസ് ടു 1/2 ബൈ ജി റേസ് ടു 1/2 എന്ന് എഴുതത്തില്ലേ? മൈനസ് മുകളിലാകുമ്പോൾ താഴത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാ. അപ്പൊ k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നായി. ടി ഈ കോൺസ്റ്റന്റ് വാല്യൂ സിമ്പിൾ പണ്ടെടുത്താൽ 2π. അപ്പൊ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. കണ്ടോ ഡിറൈവ് ചെയ്തത്? വലിയൊരു ഡെറിവേഷനാണ്. മനസ്സിലായോ അലീന? ചെയ്തെടുത്തത് മനസ്സിലായോ?